ഹായ്, ഞാൻ എലിസബത്താണ്. ഇത് ആക്ച്വലി നമ്മുടെ ഗാന്ധിനഗറിലുള്ള ദ ഗോഡ്സ് ഗിഫ്റ്റ് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെസ്ക്യൂ ഹോം എന്ന് വേണമെങ്കിൽ പറയാം. പെറ്റ്സിനെ റെസ്ക്യൂ ചെയ്തിട്ട് അവരെ ട്രീറ്റ് ചെയ്ത് റിലീസ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരെ റിലീസ് ചെയ്യും. അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് പാരലൈസ്ഡ് ആയിട്ടും അതുപോലെ തന്നെ തീരെ പുറത്തേക്ക് ഭയങ്കരമായിട്ട് ഇഞ്ചേർഡ് ആയിട്ടും ആക്സിഡൻ്റ് ആയിട്ടുള്ള ആൾക്കാരിനൊക്കെ അവരെന്നെ ടേക്ക് കെയർ ചെയ്യും. അതുപോലെ തന്നെ ഈ കാണുന്ന ആ വെള്ള ഡോഗ് രണ്ടും ബ്ലൈൻഡാണ്. അതുപോലെ തന്നെ ഒരാൾക്ക് ഇത്തിരി ന്യൂറൽ പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്, മര്യാദയ്ക്ക് നടക്കാൻ പറ്റില്ല. പിന്നെ കുറേ ആൾക്കാർ ഇതിൽ പാരലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ കാറ്റ്സ് പാരലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. പിന്നെ ഇവരുടെ 4 കാലും പാരലൈസ്ഡ് ആണ്. പക്ഷേ ഇവർക്കൊക്കെ എന്താന്ന് പറഞ്ഞാൽ നമ്മളെ കാണുമ്പോഴേക്കും ഭയങ്കര ഹാപ്പി ആയിരുന്നു. അവിടെ പോയപ്പോഴേക്കും ഒരു പരിചയക്കുറവില്ല, ഒരു ഈവൻ കുരയ്ക്കണ കൂടിയില്ല. അവർ ഭയങ്കര ഹാപ്പിയാണ്. അവരുടെ വീട്ടിലേക്ക് വന്ന് നമ്മളെ ക്ഷണിച്ച് ഓരോ സ്ഥലങ്ങളും ഓരോരുത്തർ അവർക്ക് പറ്റുന്ന രീതിയിൽ അവർ കാണിച്ചു തന്നിരുന്നു. അവർ ഹാപ്പിയാണ്, ടൈം സ്പെൻഡ് ചെയ്തതിൽ ഭയങ്കര അവർക്ക് ഹാപ്പിയാണ്. ഇത് ആക്ച്വലി ഗാന്ധിനഗറിലുള്ള സ്ഥലമാണ്, ഗുജറാത്തിലുള്ള സ്ഥലമാണ്. അവിടെ പോയിട്ടാണ് കണ്ടത്. രേഷ്മ എന്ന് പറഞ്ഞിട്ട് FB വഴി പരിചയപ്പെട്ട ഒരു കുട്ടി വഴിയാണ് അവിടെ പോയത്. ഇനിയും അവിടെ പോവും. ആക്ച്വലി ഞാൻ ഭയങ്കര ഹാപ്പിയാണ് അവിടെ പോയില്ല. ആദ്യം പോയപ്പോൾ ഒരു കണ്ടപ്പോൾ വിഷമം ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ അവർക്കും ഹാപ്പിയാണ്, അതുപോലെ തന്നെ നമ്മളും ഹാപ്പിയാണ്. അപ്പോൾ ഇനിയും അങ്ങോട്ട് പോകണം. അതുപോലെ തന്നെ ഇവിടെയുള്ള ആൾക്കാർ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ ഒരു ഫൗണ്ടേഷനിൽ പോയി കാണണം തന്നെയാണ്. നിങ്ങൾ ഡൊണേറ്റ് ചെയ്യണില്ലേന്നൊന്നുമില്ല. ജസ്റ്റ് ടൈം സ്പെൻഡ് ചെയ്യണം തന്നെ അവർക്ക് സന്തോഷമാണ്. അതുപോലെ തന്നെ കുറച്ച് ടൈം ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് സന്തോഷം ഈ പെറ്റ്സിൻ്റെ മുഖത്തുനിന്ന് മനസ്സിലാവാം. നമ്മുടെ ഫാമിലിയിലേക്ക് ഒരാൾ വരുന്ന പോലെയാണ് അവർ നമ്മളെ കൺസിഡർ ചെയ്യുക. ഇവർക്കൊന്നും ആക്ച്വലി ഒരേ സമയത്ത് വിഷമം അതുപോലെ തന്നെ സന്തോഷം വരുന്നതാണ്. പോയി കണ്ടു നോക്കുക. എന്തെങ്കിലും